ആവേശമൂട്ടിയുറപ്പിച്ചുകൊണ്ട് ഉന്നതികളെ സ്വീകരിക്കുവാൻ സാരഥി ജയന്റെ കൈയും പിടിച്ചവതരിക്കുകയാണവൻ. ആരെന്ന ചോദ്യത്തെയെല്ലാം നിഷ്പ്രഭമാക്കുവാൻ ആനന്ദം എന്ന കൈയിലുള്ള ഏത് മണ്ണും കൈകടൽ എന്ന് കണ്ടതും ഏത് മനസ്സും കീഴടക്കാൻ പോകുന്ന മികവുമായില്ല അവതരിക്കുന്നത് ഇതായത് നാമധാരി പാലായുടെ മണ്ണിൽ നിന്നും പ്രൗഢിയുടെ പടിക്കെട്ടുകൾ കയറി നമ്മുടെ മലയാളത്തിന്റെ ഹൃദയം കീഴടക്കിയ വീരകഥ സുരത്ത് ഗംഗപ്രിയ സാരഥി മെഡിക്കൽ കോളേജ് അക്രമിന്റെ കൈയും പിടിച്ചുകൊണ്ട് ഒത്തുചിറ തോൽവിയില്ലാത്ത മകരസഭയിലായി കടന്നു വരികയാണവൻ. ഗംഗപ്രിയ സാരഥി ഉച്ചക്കുണ്ട് മഹേഷിന്റെ കൈയും പിടിച്ചുകൊണ്ട് ഇക്കാലത്ത് ഗജവസന്തം കൂടുവാൻ വരികയാണവൻ. അടുത്തുപിഴക്കാത്ത ആയുധങ്ങൾ തന്റെ രാമനാണിയിലുണ്ടെന്ന് ആന കേരളത്തിന് കാണിച്ചു കൊടുത്തവൻ. ഈരന്മാർ പറഞ്ഞ നിലമ്പൂർക്കാടിന്റെ മടക്കത്തിൽ നിന്നും നീതി സൗന്ദര്യത്തിന്റെ പ്രജാപതിയായി മാറി വാരണ മലയാളം ധരിക്കുന്നവൻ. താരങ്ങളിൽ താരമായി തീരുവാനും താര സൗന്ദര്യത്തിന്റെ അവസാനമാക്കായി മാറുവാനും തീരമടിക്കാത്തവൻ. അന്ന് വിളിച്ചാൽ ആവേശത്തിന്റെ ചുരുങ്ങിയെത്തി അവതരിക്കുന്ന ആരങ്ങൾ ചേരുന്നത് ആരാണ് നായകൻ എന്ന ചോദ്യത്തിന് മുന്നിൽ ആവേശത്തിന്റെ സൗന്ദര്യത്തിന്റെ നടപടികളെല്ലാം വന്നാലും അക്ഷരനഗരിയിൽ ഉന്നത സ്ഥാനം തന്റെ കൈക്കുമ്പിളിൽ ഭദ്രമെന്ന് തെളിയിച്ചു. ഏറ്റുമാനൂരപ്പന്റെ ചാരത്തെ എന്തിനും ഏകരുദ്ര പ്രജാപതി ത്രിലോക ചക്രാധിപതി ഗജതിലകം ഏറ്റുമാനൂർ ശ്രീ ശങ്കരൻ കുട്ടി വാച്ച് ധരിക്കാതെ നിൽക്കുന്നവരുമല്ലാതെ ഇതിനകത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളും കർശനമായും എത്രയും വേഗം ഇതിനകത്തു നിന്ന് പുറത്തേക്ക് മാറണമെന്ന് അറിയിക്കുകയാണ്. പുറത്തു നിൽക്കുന്ന മുഴുവൻ ചരിത്രം ഈ മണ്ണിനെ വിസ്മയമാക്കി ആഘോഷത്തിന് നായകത്വം വഹിക്കുവാൻ എക്കാലവും മുന്നിലുള്ള ശ്രീ മഹാദേവി കാമഡി സംഘത്തിന്റെ കൊമ്പനാന ഇതാ കടന്നു വരികയാണവൻ. സംഹാര രുദ്രമൂർത്തിയെ സദാനിത്യം പ്രണമിച്ച് ആന കേരളത്തിന്റെ അഭിമാനമാകുന്ന ശങ്കരൻ കുട്ടിയുടെ വരവ്. ഇവൻ ആന കേരളത്തിന്റെ അഭിമാനവും അക്ഷരനഗരിയുടെ അലങ്കാരവുമായി മാറി ആരാധകർക്ക് ആവേശം പകർന്ന ചരിത്രമുള്ളവൻ. വീരന്മാരുടെ പാദമുദ്രകൾ വിസ്മയത്തിന്റെ ചരിതം പറയുന്ന അക്ഷരനഗരിയുടെ ഉഗ്രപ്രതാപി വരികയാണ്. തന്റെ പ്രിയ സാരഥി അരൂർ പ്രവീണിന്റെ കൈയും പിടിച്ചുകൊണ്ട് കാലത്തിന്റെ ആവേശത്തെയും കരുത്തുറ്റ ചരിത്രത്തെയും തന്റെ വീരപ്പെരുമയ്ക്ക് കൂടെ കൂട്ടിയവൻ. എഴുതപ്പെട്ട ചരിത്രങ്ങളിലെല്ലാം ഇതിഹാസമായി തന്നെ തന്റെ നാമം മുഴങ്ങണമെന്ന് ഇതാ ചങ്ങനാശ്ശേരിയുടെ മണ്ണിലെ മറ്റൊരു പ്രഗത്ഭനായ ചെണ്ടക്കാരൻ ആണപ്പുഴ മണിക്കുട്ടന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അമ്പലക്കോടി യുവജന സമാജത്തിന്റെ നാടൻ തമ്പുരാക്കന്മാരിൽ ഒന്നാണ് ഇവൻ. ഐശ്വര്യ ദേവതയായ ഒഴിയൂർ തിരുവാണിക്കാവിൽ വാഴുന്ന രാജരാജേശ്വരിയുടെ ആരോമപുത്രൻ. അടകിന്റെ ദേവാസുര ഭാവങ്ങളെ ആന കേരളത്തിന് സമ്മാനിച്ച കിടാവുമായ ആൺകുട്ടി. അക്ഷരം തെറ്റാത്ത തിരുവാണിക്കാവ് രാജഗോപാൽ. വരികയാണവൻ. നിയോഗത്തിന്റെ കനകസിംഹാസനത്തിന് കാലം എതിരല്ലെന്ന് തെളിയിച്ചുകൊണ്ട് തന്റെ പ്രിയ സാരഥി പുത്തനങ്ങാടി സുമലാലിന്റെ കൈയും പിടിച്ചിത ഇത്തിത്താനത്തേക്ക് ആദ്യമായി കടന്നു വരികയാണവൻ. മലയാള നാടിന്റെ മടിത്തട്ടിൽ മനോമോഹനൻ കണ്ണനായി അവതാരമെടുത്ത ആൺകുട്ടി. അളകാപുരി ഹോട്ടൽസിന്റെ സമർപ്പണമായി ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ നടയിടുന്ന പുണ്യം. പുതുമയുടെ ആലങ്കാരികതയ്ക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് അഴകുതരച്ചെഴുന്നള്ളി വരുന്ന തനിനാടൻ സഖ്യപുത്രൻ. അതെ, ഏതു വേദിയും നാരായണ പ്രഭു കൊണ്ടടക്കി വാഴുവാൻ പവന പരേശ്വരൻ അനുഗ്രഹിച്ച മാതന്റെ സ്വർണ്ണക്കോലം തന്നെ ശിരസിലേറിയപ്പോൾ നല്ല കാലത്തിന് നാന്ദി കുറിച്ച ചരിത്രമുള്ളവൻ. നാട്ടാന മലയാളത്തിന്റെ വിരിമാറിൽ നായകത്വം ഗുരുവായൂരത്തി നാടൻ ചിട്ടവട്ടങ്ങൾ അഭ്യസിച്ചവൻ. മറ്റൊന്നും മടങ്ങാതെ മറ്റൊന്നും നീങ്ങാതെ മറ്റൊരു പേരും ചൂടാതെ ഗുരുവായൂരപ്പനായി മാത്രം പിറവി കൊണ്ടവൻ. വരികയാണ് കൂട്ടരെ യേശുയുടെ ഭാരഖേമനായി പേരും പെരുമയും കേട്ട നന്ദനാന. ശാന്തരിൽ ശാന്തനായി ശാന്ത സ്വഭാവത്തിന്റെ മൂർത്തിഭാവമായി ഉന്നത്തൂർ കോട്ടമാടുന്ന രാജാധിരാജൻ ശ്രീ ഗുരുവായൂരപ്പന്റെ സ്വർണ്ണ പൊൻകോലം ഒരു വർഷം ഏറ്റവും കൂടുതൽ തവണ ശിരസിലേറ്റുന്നവൻ. പൂരങ്ങളുടെ
നിൽക്കുമ്പോൾ പാറമേക്കാവിലമ്മ തെരഞ്ഞെടുത്ത ഉത്തമ മസ്തകം ആണുങ്ങളിൽ ആണുങ്ങൾ അണിനിരക്കുന്ന ട്രക്കിംഗ് കാട്ടിറക്കത്തിൽ പാറമേക്കാവിന്റെ തിരമ്പേറ്റി പ്രൗഢിയുള്ള കൊമ്പനാന വരികയാണ് കൂടരെ. ഒരുപാട് കാലങ്ങൾക്കു ശേഷം ഇത്തിത്താനത്തിന്റെ മണ്ണിലേക്ക് ശ്രീ ഗുരുവായൂരപ്പന്റെ കടപ്പക്കുറിയണിഞ്ഞ് കാലത്തെ തന്നെ കാൽക്കീഴിൽ ഭരിക്കുന്ന നന്ദകുമാരൻ നന്ദനന്ദനായ ഗുരുവായൂരപ്പന്റെ നബിപ്പള്ളി വല്യാറ് വരികയാണ് മക്കളെ. വരാന്റെ വിശ്വപ്രജാപതി വരികയാണ് കൂട്ടരെ. സൂര്യവംശാധിപതി സാക്ഷാൽ മാതംഗകുല മഹാഭീമൻ ആന കേരളത്തിന്റെ ഗജഭീമൻ ഒരേ ഒരു ഗജഭീമൻ പുതുപ്പള്ളി കേശവൻ. ഇതാ ഇത്തവണയും തന്റെ നായകത്വം ഊട്ടിയുറപ്പിക്കുവാൻ ഉറച്ച ചുവട് വയ്പോട് വരികയാണ് കേശവൻ. കൂട്ടുനിന്ന കാലത്തിൽ നിന്നും കൂട്ടാനകളെ കൂട്ടുനിർത്തി ഭരിക്കുന്ന കാലത്തേക്ക് വളർത്തിയെടുത്ത സാരഥി കുന്നങ്കാനം മനോജിന്റെയും കുണ്ടിന് കൂടെയുള്ള കൊടുങ്ങല്ലൂർ അനീഷിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ്. 3 പൂരങ്ങളും ആരവ പെരുമ കൊണ്ട് അലങ്കരിച്ച ചരിത്രമുള്ളവൻ. നെന്മാറമല്ലെങ്കിൽ വേലയുടെ നെടുനായകത്വത്തിന് സ്ഥാനം വഹിക്കുവാൻ പതിവായി ചെല്ലുന്ന ഭീമൻ. വരാക്കര പൂരത്തിന്റെ ആരവ പൊലിമയിൽ ആഘോഷം ഊട്ടിയുറപ്പിച്ച ഒരേ ഒരു ഭീമൻ. ആരുടെയും വെല്ലുവിളികളെ തനിക്ക് തെല്ലും ഭയമില്ലെന്ന് കുന്നംകുളത്തിന്റെ മണ്ണിൽ തെളിയിച്ചവൻ. കുന്നമ്മയുടെ മണ്ണിലെ പെരുമയാർന്ന തൈപ്പൂയത്തിന് പൊലിമ നിറച്ച് എഴുന്നള്ളി നിന്നവൻ. താനെന്തെന്നും തന്റെ രീതി എന്തെന്നും പോരാട്ടം കാണിച്ചു കൊടുത്ത ചരിത്രമുള്ള ഭീമനിത ശ്രീദേവി യുവജന സമാജത്തിന്റെ സ്വന്തം ഭീമൻ സാക്ഷാൽ ഗജഭീമൻ പുതുപ്പള്ളി കേശവൻ. ഇരുപതാം ദൂരിന്റെ കല്യാണ ആണുങ്ങൾ വാഴുന്ന മണ്ണിലെത്തി ആഘോഷം നയിക്കുന്ന തെക്കൻ താരകുലപതി ശ്രീ മഹാദേവ യുവജന സമാജത്തിന്റെ നായകൻ സാക്ഷാൽ തെക്കിന്റെ ദേവർ ഏകസഖ്യ ശ്രേഷ്ഠാധിപതി ഗജരാജരത്നം തൃക്കടവൂർ ശിവരാജ്. ഇവൻ രൗദ്രയുടെ 3-ാം തൃക്കണ്ണിൽ തൃക്കടവൂരപ്പൻ കാത്തു സൂക്ഷിക്കുന്ന ചന്തമുള്ള നാടൻ കൊമ്പനാണ്. ആർത്തുകയുന്ന വേമാരിയെയും തീരെ ഭയക്കാതെ ആനന്ദ നടനാഥന്റെ തിരവേറ്റി പൂരം നയിച്ചവൻ. പൂർണ്ണതയുടെ വെന്നിൽ തൊഴുകാൻ ഇവൻ ചിന്തകളിൽ ചക്രവർത്തിയായി ചിന്തകളിൽ ചന്തമുള്ളവനായി പേരും പെരുമയിൽ ഊട്ടിയുറപ്പിച്ച ചന്ദ്രശേഖരദാസൻ. ഈ മണ്ണിൽ വെച്ച് വീണ്ടും ഗുരുതരായ രക്ഷപ്പെട്ട നാടുകയാണ് ആ ഒരു തൃശ്ശൂർ. കാലടി തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ ക്ഷേത്രത്തിലെ തന്ത്രി സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തിരുവാണിക്കാവ് രാജഗോപാൽ ഈ വർഷത്തെ ഗജരാജ രത്നം ബഹുമതിക്ക് അർത്ഥമാകുന്നത് തിരുവാണിക്കാവ് രാജഗോപാൽ. ഇടത്തേക്കൂട്ട് ഗുരുവായൂർ നന്ദൻ, അടുത്ത വലത്തേക്കൂട്ട് ഗുരുവായൂർ ബാലകൃഷ്ണൻ, അടുത്ത ഇടത്തേക്കൂട്ട് തിരുവാണിക്കാവ് രാജഗോപാൽ, അടുത്ത വലത്തേക്കൂട്ട് ഉഷശ്രീ ശങ്കരൻകുട്ടി, ഇടത്തെ കുഞ്ഞിപ്പിൽ ഗണേശൻ, ഇടത്തേക്കൂട്ട് വേണാട്ടുമറ്റം ഗോപാലൻകുട്ടി, അടുത്ത വലത്തേക്കൂട്ട് പട്ടാമ്പി മണികണ്ഠൻ, അടുത്ത ഇടത്തേക്കൂട്ട് പെരിങ്ങേരിപ്പുറം അപ്പു, അടുത്ത വലത്തേക്കൂട്ട് പേരൂർ ശിവൻ, ഇടത്തേക്കൂട്ട് ആക്കാവിള വിഷ്ണുനാരായണൻ, അടുത്ത വലത്തേക്കൂട്ട് നെല്ലിയാക്കാട്ട് മഹാദേവൻ. ഈ ക്രമത്തിൽ ആനകളെ അണിനിരത്തേണ്ടതാണ്. കാഴ്ച ശ്രീബലി ആരംഭിക്കുകയാണ്. വാങ്ങുന്നതിനായി
ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ആനയെ തിരുവാണിക്കാവ് രാജഗോപാൽ എന്ന ആനയെ അല്പം മുന്നോട്ട് കയറ്റി നിർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് മൂന്നാം തവണയും എത്തിക്കാനും പ്രജമേലേക്ക് ഗ്രഹവിഗ്രഹമായിട്ട് സ്വാമി അങ്ങയുടെ അനുഗ്രഹത്തോടുകൂടി ഒന്ന് ചെയ്യാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആരും പറയുകയില്ല